നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാരണഭൂതൻ പിണറായി വിജയന് ആരെയും തെറിവിളിക്കാം, ആരോടും എന്ത് തെമ്മാടിത്തരവും പറയാം, ആരെയും അപമാനിക്കാം. ഇറാൻ മൂളികളായ കുറെ അടിമ നേതാക്കളും അവരുടെ വിവരദോഷികളായ ഏഴാം കൂലി അടിമ അണികളും കൈയടിക്കാൻ കൂടെ ഉള്ളിടത്തോളം കാലം പിണറായി വിജയന് ഏത് നേതാവിനെയും ബിഷപ്പിനെയും സ്വാമിയെയും തെറിവിളിക്കാം, പരനാരി പ്രയോഗം നടത്താം, തെരുവിൽ അപമാനിക്കാം. ഈ മുഖ്യമന്ത്രി കേരളത്തിന് അപമാനവും അധികപ്പറ്റുമാണെന്ന് കാലം തിരിച്ചറിഞ്ഞിരിക്കുന്നു. യാക്കോബായ ബിഷപ്പ് ഗീവർഗീസ് മാർ കൂറിലോസിനെ പുരോഹിതർക്കിടയിലെ വിവരദോഷി എന്നാണ് പിണറായി അധിക്ഷേപിച്ചിരിക്കുന്നത്. പിണറായി വിജയനെയും ഇവരുടെ തല്ലിപ്പൊളി ഭരണത്തെയും വിമർശിച്ചതിലുള്ള അസഹിഷ്ണുതയിലാണ് ബിഷപ്പിനെ അപമാനിക്കാൻ വിജയൻ കളത്തിലിറങ്ങിയത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പിണറായി വിജയന്റെ നീചമായ മനുഷ്യവധം. വടിവാളിന് വെട്ടുന്നതിനേക്കാൾ മാരകമായ നാക്ക് പ്രയോഗത്തിലൂടെ മനുഷ്യരെ വധിക്കാൻ മടിയില്ലാത്ത ഈ നേതാവ് കേരളത്തിന് അധികപ്പറ്റായിരിക്കുന്നു. 2007 മാനന്തവാടി ബിഷപ്പ് പോൾ ചിറ്റിലപ്പള്ളിയെ നികൃഷ്ടജീവി എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ട് കേരളം ഞെട്ടിപ്പോയി. MLA മത്തായി ചാക്കോ CPM-കാരനായിരുന്നെങ്കിലും മരിക്കുന്നതിന് മുൻപ് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിരുന്നതായും ബിഷപ്പ് ചിറ്റിലപ്പള്ളി പറഞ്ഞതാണ് പിണറായി വിജയനെ കലിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരൻ ദൈവവിശ്വാസിയായിരുന്നു എന്ന ബിഷപ്പ് പറഞ്ഞതിനെ പോലും പിണറായിക്ക് സഹിച്ചില്ല. MS-ന്റെ ഭാര്യ ഈശ്വരവിശ്വാസി ആയിരുന്നുവെന്നതോ കോടിയേരി ബാലകൃഷ്ണൻ രഹസ്യമായി ക്ഷേത്രത്തിൽ പൂമൂടൽ നടത്തിയെന്നതോ ഒന്നും സഖാവിന് പ്രശ്നമല്ല. കമ്മ്യൂണിസം കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്ന വിവരദോഷികളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നതാണ് വസ്തുത. ചങ്ങനാശ്ശേരി ബിഷപ്പ് ജോസഫ് പൗവത്തലിനെ അഭിവന്ദ്യൻ എന്ന് വിളിച്ച് പിണറായി അധിക്ഷേപിച്ചു. വിദ്യാഭ്യാസത്തിൽ CPM-ന്റെ ഇരട്ടത്താപ്പും കമ്മ്യൂണിസം ലോകത്ത് അപ്രസക്തമായ പൊള്ള പ്രത്യയശാസ്ത്രമാണെന്ന ബിഷപ്പിന്റെ പ്രവചനങ്ങളും ലേഖനങ്ങളുമാണ് കാരണഭൂതൻ പിണറായിയെ അക്കാലത്ത് കലിപ്പിച്ചത്. പ്രമുഖ പത്രപ്രവർത്തകൻ K. ഗോപാലകൃഷ്ണൻ മാതൃഭൂമി പത്രത്തിൽ പിണറായിയെ വിമർശിച്ചതിനും സഖാവിന് മദമിളകി. എടോ ഗോപാലകൃഷ്ണ, നിന്നെ തട്ടിക്കളയും, വെള്ള പുതപ്പിക്കും എന്ന മട്ടിൽ പറയാൻ പോലും സഖാവിന് ധൈര്യമുണ്ടായി. കീടം, നാറി തുടങ്ങിയ പരാമർശങ്ങൾക്ക് ശേഷമാണ് കൊല്ലം MP പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചത്. RSP കേരളത്തിൽ UDF-നൊപ്പം നിലകൊണ്ടതിലുള്ള കലിപ്പിലാണ് ജനകീയ നേതാവായ പ്രേമചന്ദ്രനെ സഖാവ് പരനാറി എന്ന് പലതവണ വിളിച്ചത്. ചെറ്റ, ചെറ്റത്തരം എന്നൊക്കെ പലതവണ സഖാവ് പിണറായി പ്രയോഗിച്ച് സ്വയം അപമാനിതനായിട്ടുണ്ട്. കണ്ണൂരിലെ ഗുണ്ടായിസക്കൊല രാഷ്ട്രീയത്തിൽ പരിശീലനം നേടി വളർന്ന സഖാവിൽ നിന്നും ഇതിലും കൂടുതലൊന്നും കേരളം പ്രതീക്ഷിക്കേണ്ടതില്ല. കേരളം ഇന്ന് ഏറ്റവും വെറുക്കുന്ന വ്യക്തി, അതും ധിക്കാരിയും അഹങ്കാരിയുമായ കാരണഭൂതൻ തന്നെയായിരിക്കുമെന്നതിൽ സംശയം വേണ്ട. പിണറായി പറയുന്നതൊക്കെ ശരി, ചെയ്യുന്നതൊക്കെ ശരി എന്ന് പറയാൻ കേരളത്തിലെ വിവരമുള്ള ജനങ്ങളെ കിട്ടില്ല. സ്വയം ഇരട്ടച്ചങ്കൻ എന്നൊരു വിളിപ്പേര് ചാർത്തി കേരളത്തെ മുടിപ്പിക്കുകയാണ് ഈ സഖാവ് എന്നതിന് എന്ത് സംശയമാണ് ഉള്ളത്? ഇനിയൊരു മുഖ്യമന്ത്രി സ്ഥാനം നൽകി പിണറായി വിജയനെ അവിടെ ഇരുത്താൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവില്ല. MV ഗോവിന്ദനും EP ജയരാജനുമൊക്കെ പിണറായി വിജയനേക്കാൾ വലിയ അവതാരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ലെന്ന് വീമ്പിളക്കിയേക്കാം. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടാ പാരമ്പര്യത്തിൽ വളർന്ന പിണറായി വിജയനിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. TP ചന്ദ്രശേഖരനെയും ജനകൃഷ്ണൻ മാഷിനെയും അരുംകൊല ചെയ്ത പാർട്ടിയിൽ നിന്ന് ഏറെ നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ അഹന്തയ്ക്കെതിരെയാണ്. ധിക്കാരവും അഹന്തയും മുഖമുദ്രയാക്കിയ നേതാവിന് ആരോടും ഏറ്റുമുട്ടാൻ ലൈസൻസ് ഉള്ളതുപോലെയാണ് പെരുമാറ്റം. മൈക്ക് കേടായാൽ മൈക്കുകാരനെ തല്ലാൻ മടിക്കാത്ത ധിക്കാരികളാണല്ലോ ഗോവിന്ദനും വിജയനുമൊക്കെ.